അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്മാഉൽ ഹുസ്ന നിങ്ങളെല്ലാവരും ചൊല്ലാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 4 രൂപത്തിൽ അസ്മാഉൽ ഹുസ്ന നമുക്ക് ചൊല്ലാം. ആ ചൊല്ലേണ്ട 4 രൂപവും ചൊല്ലുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവിൻ്റെ മഹത്തായ 99 നാമങ്ങൾക്കാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. അല്ലാഹുവിനക്ക് ഈ 99 നാമങ്ങൾ മാത്രമല്ല, ഒരുപാട് പേരുകളുണ്ട്. അതിൽ ക്രോഡീകരിക്കപ്പെട്ട 99 നാമങ്ങൾ, ആ നാമങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നു. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യം നേടിയെടുക്കണമെങ്കിലും അസ്മാഉൽ ഹുസ്ന നാം ചൊല്ലിയിട്ട് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. കാരണം അസ്മാഉൽ ഹുസ്നയിൽ ഇസ്മുൽ അഅ്ളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ആരാണ് കൊണ്ടുവന്ന് തരിക എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ആസഫ് ബിൻ ബർഹിയ എന്ന് പറയുന്ന മഹാൻ പറയുന്നുണ്ട്, താങ്കൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആ കൊട്ടാരത്തിന് ഇങ്ങോട്ടെത്തിക്കാമെന്ന് പറയുകയും സുലൈമാൻ നബി അലൈഹിസ്സലാം കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് തന്നെ ആ സിംഹാസനം സുലൈമാൻ നബിയുടെ മുന്നിലെത്തുകയും ചെയ്തു. ആസിഫ് ബിൻ ബർഹിയ എന്ന് പറയുന്ന മഹാന്റെ ചരിത്രം പഠിക്കുന്ന സ്ഥലത്ത് കാണാം, മഹാനവറുകൾ ഇസ്മുൽ അഅ്ലമിനെ കുറിച്ച് പഠിക്കുകയും ആ ഇസ്മുൽ അഅ്ലം തൻ്റെ ജീവിതത്തിന് നിത്യമായി ചൊല്ലുകയും ചെയ്തിരുന്ന മഹാനായിരുന്നു എന്ന്. അതിൻ്റെ ബറക്കത്ത് കൊണ്ടാണ് മഹാനവറുകൾ ഇത്രയും വലിയൊരു സ്ഥാനത്തെത്തിപ്പെട്ടത് എന്ന് ആസിഫ് ബിൻ ബർഹിയ എന്ന് പറയുന്ന മഹാന്റെ ചരിത്രം പഠിക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്ന നാം ചൊല്ലുമ്പോൾ അതിൽ ഇസ്മുൽ അഅ്ലം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു തവണയെങ്കിലും നാം അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. അസ്മാഉൽ ഹുസ്ന ഒരാൾ കാണാതെ പഠിച്ചു, പിന്നീട് അവൻ ജീവിതത്തിൽ ഒരിക്കലും അത് ചൊല്ലാതിരുന്നു. അങ്ങനെയല്ല, കാണാതെ പഠിച്ച് അവൻ കാണാതെ അവൻ്റെ നിത്യജീവിതത്തിൽ അവൻ ചൊല്ലി പതിവാക്കി കൊണ്ടുവന്നാൽ അവൻ്റെ ഹൃദയത്തിൽ അതുണ്ടാവണം. അപ്പോഴാണ് ഈ പ്രതിഫലം അവനിക്ക് ലഭിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിന് മുമ്പ് നാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് നാം യജമാനനായ റബ്ബിനോട് ദുആ ചെയ്യുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ നാം ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നാം ശുദ്ധി വരുത്തണം. ജനാബത്തുകാരനാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുകയും ചെറിയ അശുദ്ധിയുള്ളവർ വുളൂ എടുത്ത് ശുദ്ധീകരണം വരുത്തുകയും ചെയ്യുക. തുടർന്ന് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചൊല്ലുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക. ശുദ്ധി വരുത്തുന്നതിൻ്റെ ഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവുമാണ് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നല്ല വസ്ത്രം ധരിക്കുക. നജസുകളൊന്നുമില്ലാത്ത, അശുദ്ധികളില്ലാത്ത നല്ല വസ്ത്രം ധരിക്കുക.
സ്ത്രീകളൊക്കെ ആകുമ്പോൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയ സമയത്താണെങ്കിൽ നിസ്കാരക്കുപ്പായമൊക്കെ ഇട്ട് ആ സമയത്താണ് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതെങ്കിൽ വളരെ നല്ലതായിരിക്കും. ശുദ്ധി വരുത്തി കിബിലക്ക് തിരിഞ്ഞ് വെള്ള വസ്ത്രത്തിലായിരിക്കുമല്ലോ ഉള്ളത്, അത് ഏറ്റവും നല്ല ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിനിടയിൽ സംസാരിക്കാതിരിക്കുക. അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോക്കി ചൊല്ലാൻ വേണ്ടി കൂടുതൽ നാം ശ്രദ്ധിക്കുക. എന്നാൽ അക്ഷരങ്ങൾ തെറ്റിപ്പോകാതെ നമുക്ക് ചൊല്ലാൻ കഴിയും. അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി നാം ചൊല്ലണം. ഖാലിഖായ റബ്ബിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ആ ഒരു ഇഖ്ലാസോടുകൂടി ഭയഭക്തിയോടുകൂടി നാം ചൊല്ലുക. തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റിത്തരും. ആത്മാർത്ഥതയോടുകൂടി ചൊല്ലി നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നാം അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന്. ഇനി അസ്മാഉൽ ഹുസ്ന നമുക്ക് 4 രൂപത്തിൽ ചൊല്ലാം. ഏതൊക്കെ രൂപത്തിലാണ് അസ്മാഉൽ ഹുസ്ന ചൊല്ലേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ രൂപം അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഓരോ പേരുകളും പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു അർ റഹ്മാൻ അർ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ ഇങ്ങനെ ചൊല്ലാം. രണ്ടാമത്തത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ യാ ചേർത്തിയിട്ട് ചൊല്ലാം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാ ഖുദ്ദൂസു യാ സലാമു ഇങ്ങനെ ചൊല്ലാം. മൂന്നാമത്തെ രൂപം വരുന്നത് യാ അല്ലാഹു എന്ന് ചൊല്ലുന്നതോടൊപ്പം തന്നെ അതിനുശേഷം ഒരു യാ അല്ലാ എന്ന് ചേർത്തി ചൊല്ലുന്ന രൂപമാണ്. യാ അല്ലാഹു യാ അല്ലാ യാ റഹ്മാനു യാ അല്ലാ യാ റഹീമു യാ അല്ലാ യാ മലിക്കു യാ അല്ലാ യാ ഖുദ്ദൂസു യാ അല്ലാ. ഇങ്ങനെ ആദ്യത്തിൽ യാവും അവസാനത്തിൽ യാ അല്ലാഹും ചേർത്തി ചൊല്ലുന്ന രൂപം. ഇനി നാലാമത്തെ രൂപം ആദ്യത്തിൽ യാ ചേർത്തുന്നതോടൊപ്പം തന്നെ അവസാനത്തിൽ ജല്ല ജലാലുഹു എന്ന് ചേർത്തിക്കൊണ്ടുള്ള രൂപം. യാ അല്ലാഹു ജല്ല ജലാലു യാ റഹ്മാനു ജല്ല ജലാലു യാ റഹീമു ജല്ല ജലാലു യാ മലിക്കു ജല്ല ജലാലു യാ ഖുദ്ദൂസു ജല്ല ജലാലു. ഇങ്ങനെ ജല്ല ജലാലുഹു അവസാനം തുടക്കത്തിൽ യാവും ചേർത്തിക്കൊണ്ടുള്ള രൂപം. ഈ 4 രൂപത്തിൽ അസ്മാഉൽ ഹുസ്ന നമുക്ക് ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ അസ്മാഉൽ ഹുസ്ന പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.